മാന്നാർ മച്ചാൻസിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് പറയാൻ പോകുന്ന കുറച്ച് സിനിമയുടെ അപ്ഡേറ്റ്സ് ആണ് പറയാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. മോഹൻലാൽ അമൽ നീരദ് പ്രോജക്റ്റ് അങ്ങനെ ഓൺ ആകുകയാണ്. കുറേ നാളിന് ശേഷമുള്ള ഒരു ഡിസ്കഷന് ശേഷം ഇപ്പോൾ ഈ സിനിമ ഓൺ ആകാൻ പോവാണ്. ഒക്ടോബറിൽ ഈ സിനിമയുടെ ഷൂട്ടിംഗ് തുടങ്ങുമെന്നാണ് പറയുന്നത്. ഈ സിനിമയിൽ നമ്മുടെ മലയാള സിനിമയിലെ ഒരു യങ് ആക്ടറായിട്ടുള്ള ഒരാളും കൂടെ കാണും എന്ന് പറയുന്നുണ്ട്. പിന്നെ ഈ സിനിമയിൽ നമ്മുടെ സൗബിൻ ഷഹീറും ഫഹദ് ഫാസിലും ഒരു പ്രധാന വേഷത്തിൽ ഈ സിനിമയിൽ വരുന്നുണ്ടെന്നും പറയുന്നുണ്ട്. എന്തായാലും ഈ സിനിമയുടെ ഷൂട്ടിംഗ് ഒക്ടോബറിൽ തന്നെ തുടങ്ങും. എന്തായാലും വലിയൊരു വമ്പൻ പടം തന്നെ ആയിരിക്കും. ലാലേട്ടൻ്റെ ഇപ്പോൾ ഒരു ഫുൾ ഫോമിൽ നിൽക്കുന്ന സമയത്താണ് അമൽ നീരദായിട്ടുള്ളൊരു പ്രോജക്റ്റിൻ്റെ കാര്യം കൂടെ വരുന്നത്. എന്തായാലും കിടിലനായിരിക്കും. ഇനി അങ്ങോട്ട് ലാലേട്ടൻ്റെ വർഷങ്ങളായിരിക്കും വരുന്ന ദിവസങ്ങളൊക്കെ. എന്തായാലും ഈ സിനിമയും എല്ലാവരും ഭയങ്കരമായിട്ടുള്ള നോക്കി കാണുന്ന ഒരു ചിത്രം തന്നെയാണ്. ആ ഒരു യങ് ആക്ടർ നമ്മുടെ പ്രണവാണെന്നും ആൾക്കാർ പറയുന്നുണ്ട്. ഏതായാലും അങ്ങനെ ആണെങ്കിലും അത് ഒരു പവർ പരിപാടി ആയിരിക്കും. എന്തായാലും നമുക്ക് കാത്തിരിക്കാം ഈ ഒരു പ്രോജക്റ്റിന് വേണ്ടി. പിന്നെ നമ്മുടെ അല്ലു അർജുൻ അറ്റ്ലി പ്രോജക്റ്റ്, ഈ ഒരു പ്രോജക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് നമ്മുടെ സൺ പിക്ചേഴ്സ് ആണ്. സൺ പിക്ചേഴ്സ് ഇതുവരെ പ്രൊഡ്യൂസ് ചെയ്തതിൽ ഏറ്റവും വലിയ ബഡ്ജറ്റുള്ള ഒരു സിനിമയായിരിക്കും ഈ സിനിമ എന്നാണ് പറയുന്നത്. ഒരു ഹോളിവുഡ് ലെവലിലുള്ള മേക്കിംഗ് ഒക്കെ ആയിരിക്കും ഈ സിനിമയുടെ ഭാഗത്തുനിന്ന് വരുന്നത്. അത് നമുക്ക് മനസ്സിലായ ഒരു കാര്യമാണ്. ഈ സിനിമയുടെ ഭാഗത്തുനിന്നൊരു വീഡിയോ പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നു. ഈ സിനിമയുടെ അനൗൺസ്മെൻറ്റ് വീഡിയോ പോലുള്ള ഒരു സംഭവം ശരിക്കും നമ്മൾ പ്രതീക്ഷിച്ചൊരു സാധനം ആയിരുന്നില്ല ഇറങ്ങിയത്. വേറെ ഒരു തരത്തിലുള്ള ഒരു ഐറ്റമായിരുന്നു വന്നത്. അത് കണ്ടപ്പോൾ മുതൽ ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലാണ് ഈ ഒരു സിനിമ കാണണം എന്നുള്ള രീതിക്ക്. എല്ലാ തരത്തിലുള്ള പാൻ ഇന്ത്യൻ ഓഡിയൻസ് ഫുള്ള് വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു സിനിമയാണ്. എന്തായാലും ഈ സിനിമയിൽ നമ്മളൊരു ഇൻഡസ്ട്രി ഹിറ്റ് കുറഞ്ഞത് നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. എന്തായാലും ഇതും നല്ലൊരു പ്രോജക്റ്റ് തന്നെയാണ്. നമ്മൾ ഭയങ്കരമായിട്ട് എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട് ഈ സിനിമ വലിയൊരു സിനിമയായിരിക്കും. നമ്മുടെ ഇന്ത്യൻ സിനിമയെ തന്നെ തിരിഞ്ഞു നോക്കുന്ന രീതിക്ക് വെക്കുന്ന ഒരു പടമായിരിക്കും എന്നുള്ളൊരു കാര്യത്തിൽ നമുക്കൊരു സംശയമില്ല. എന്തായാലും ഈ ഒരു സിനിമയെ നമുക്ക് കാത്തിരിക്കാം. അടുത്ത അപ്ഡേറ്റ് നമ്മുടെ ജയറാമേട്ടൻ്റെ 2 മലയാള സിനിമയുടെ അപ്ഡേറ്റ് ആണ്. അപ്പോൾ ഇന്നലെയാണ് നമ്മുടെ സൂര്യ ആണെങ്കിൽ ലുലുമാളിൽ വന്നിട്ടുണ്ടായിരുന്നു തിരുവനന്തപുരത്ത്. അപ്പം ജയറാമേട്ടനും ഒരു ഗസ്റ്റായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. റെട്രോ സിനിമയുടെ ഭാഗമായിട്ടുള്ള ഈവൻ്റ് ആയിരുന്നു നടന്നത്. അപ്പം അന്നേരം ജയറാമേട്ടൻ ഇതുപോലെ തന്നെ വേദി കയറുമ്പം പറഞ്ഞിട്ടുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ 2 സിനിമകൾ ഈ വർഷം തന്നെ റിലീസാകുന്നുണ്ട്. അത് രണ്ടും നല്ല കിടിലം പടങ്ങളായിരിക്കുന്നു. ഇപ്പോൾ അതിലൊരു സിനിമയുടെ കാര്യം പറയുന്നത് ഗിരീഷ് ഷേഡി ആയിരിക്കും ഈ സിനിമ സംവിധാനം ചെയ്യുന്നതെന്നാണ് പറയുന്നത്. എന്തായാലും അങ്ങനെ ആണെങ്കിൽ ഒരു കിടില സംഭവം തന്നെ ആയിരിക്കും. ജയറാമേട്ടൻ ഇപ്പോൾ ഭയങ്കര സെലക്റ്റീവായിട്ടാണ് മലയാളത്തിൽ സിനിമ ചെയ്യുന്നത്. കാരണം ആ എബ്രഹാം ഹോസലിന് ശേഷം വേറൊരു സിനിമ അദ്ദേഹം ചെയ്തിട്ടില്ല. ശരിക്കും നല്ല കാര്യമാണ്. അങ്ങനെ നല്ല സിനിമകൾ മാത്രം നോക്കി സെലക്ട് ചെയ്ത് ചെയ്യുന്നതാണ് നല്ലത്. അപ്പം ആ ഒരു ഭാഗത്തിൽ ഇപ്പം ആദ്യം ഒരു സിനിമയുടെ ഷൂട്ടിംഗ് ഇപ്പം തന്നെ ഉടനെ തുടങ്ങുമെന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് ഗിരീഷ് ഷേഡി പ്രോജക്റ്റ് ആയിരിക്കുമെന്ന് നമുക്കിപ്പം ഏകദേശം ഒരു കൺഫേം ആയിട്ടുണ്ട്. എന്തായാലും ഇനിയും ആ ഒരു പണ്ടത്തെ എവർഗ്രീൻ സൂപ്പർ സ്റ്റാറായിട്ടുള്ള ആ ഒരു ജയറാമേട്ടനെ ഇനിയും നമ്മൾ വീണ്ടും ആ ഒരു രീതിക്ക് തന്നെ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റട്ടെ എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു. അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ സൂര്യ നായകനായിട്ടുള്ള റെട്രോ എന്ന് പറയുന്ന സിനിമ ഇറങ്ങാൻ ഇനി 3 ദിവസം കൂടി ഉള്ളൂ. അപ്പോൾ അതിൻ്റെ ഒരു പോസ്റ്റർ പുറത്ത് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു പോസ്റ്റർ കാണുമ്പോൾ തന്നെ നമുക്ക് തന്നെ ആ ഒരു സിനിമയുടെ ഒരു മൂഡ് മനസ്സിലാകുന്ന രീതിക്കത്തെ ഒരു പോസ്റ്ററാണ്. എന്തായാലും നല്ല രസമുള്ള ഒരു പോസ്റ്ററാണ്. അപ്പോൾ ഈ സിനിമയിൽ നമ്മുടെ മലയാളി സാന്നിധ്യങ്ങൾ കുറേ ഉണ്ട്. അതിൽ എസ്പെഷ്യലി എടുത്ത് പറയേണ്ടത് നമ്മുടെ ജയറാമേട്ടനും അതേപോലെ തന്നെ ജോജു ചേട്ടനുമാണ്. അവർ രണ്ടുപേരും ഈ സിനിമയിൽ ഒരു പ്രധാന റോളാണ് കൈകാര്യം ചെയ്യുന്നത്. എന്തായാലും ഈ സിനിമ വളരെ നല്ലൊരു സിനിമയായി മാറട്ടെ എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു. അതിനല്ല ഈ സിനിമയുടെ ഫാൻ ഷോ ടിക്കറ്റ് നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഫസ്റ്റ് റിവ്യൂ നമ്മുടെ വകയായിരിക്കും. നമ്മൾ ഇതിൻ്റെ ഫസ്റ്റ് റിവ്യൂ ഇടുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം. അടുത്തായിട്ട് നമ്മൾ പറയാൻ പോകുന്നത് മാത്യു തോമസിൻ്റെ ഒരു സിനിമയുടെ കാര്യമാണ്. ലവ്ലി എന്ന് പറഞ്ഞ സിനിമയാണ്. അപ്പോൾ ഈ സിനിമയിലാണ് ഒരു ഈച്ചയാണ് കേന്ദ്ര കഥാപാത്രമായിട്ട് വരുന്നത്. അപ്പോൾ നമ്മൾ ഈച്ച എന്ന് പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് വരുന്ന നാനി സിനിമയ്ക്കകത്തെ ആ ഈച്ചയാണ് നമുക്ക് ഓർമ്മ വരുന്നത്. അപ്പോൾ ശരിക്കും ആ ഒരു സംഭവം ഏകദേശം ആ ഒരു രീതിക്ക് തന്നെയാണ് അവർ ഇതിൻ്റെ വർക്കുകളൊക്കെ കൈകാര്യം ചെയ്തിരിക്കുന്നത്. CG വർക്ക്സ് ഒക്കെ ആണെങ്കിലും അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ അവർ ചെയ്തിട്ടുണ്ട് ആ ഈച്ചയുടെ കാര്യങ്ങളൊക്കെ. എന്തായാലും ഇതൊരു 3D സിനിമയാണ്. മലയാളത്തിൽ ഇതുവരെ വരാത്ത രീതിക്ക് ഒരു ഡിഫറൻറ്റ് 3D സിനിമയാണെന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഈ സിനിമയുടെ റിലീസ് ഡേറ്റ് ആദ്യം അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് മെയ് 2-നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എന്തായാലും ആ റിലീസ് ഡേറ്റ് ഇപ്പോൾ മാറ്റിയിട്ടുണ്ട്. മെയ് 23-നോട്ടാണ് അവർ റിലീസ് ഡേറ്റ് ആക്കിയിരിക്കുന്നത്. എന്തുകൊണ്ടാണെന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല. എനിക്കൊന്ന് ഒത്തിരി റിലീസുകൾ വരുന്നുള്ളത് കൊണ്ടും കൂടെ ആകാം അവർ ചിലപ്പോൾ അത് മനസ്സിലാക്കിയിട്ട് ഒന്ന് ചേഞ്ച് ചെയ്തതാകാം. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ഇനി പുതിയ അപ്ഡേറ്റ്സ് വേണ്ടി നമുക്ക് വേറൊരു വീഡിയോ കാണാം. പിന്നെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ റെട്രോ സിനിമയുടെ ഫാൻ ഷോ ടിക്കറ്റ് നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ സിനിമയുടെ ഫസ്റ്റ് റിവ്യൂ നമ്മളായിരിക്കും ഇടുന്നത്. അപ്പോൾ നിങ്ങൾ ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.